എബ്രായലേഖനത്തിലേക്ക് വരാം. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. എൻ്റെ ചോദ്യം, പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം പെർഫെക്റ്റ് റെവലേഷൻസ് ആയിരുന്നോ? സമ്പൂർണമായ വെളിപ്പാടായിരുന്നോ? നിങ്ങൾ മിണ്ടുന്നില്ല. ഞാനിപ്പോൾ പ്രസംഗിച്ചു വെച്ചു. പ്രവാചകന്മാർക്ക് ഭാഗമായിട്ടുള്ള വെളിപ്പാടേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ സമ്പൂർണമായൊരു വെളിപ്പാട് അവർക്കില്ലായിരുന്നു. ഇനി ദൈവം എന്താ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ അന്ത്യകാലത്ത്, പറഞ്ഞ അന്ത്യകാലത്ത്, ഇതൊരു അന്ത്യകാലമാണ് അല്ലേ? ഇതൊരു അന്ത്യകാലമാണ്. കാലം അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് തൊട്ടുകൊണ്ടിരിക്കുക, യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ പഴയ പ്രവാചകന്മാരെ വിട്ടിട്ട് നിങ്ങൾ യേശുവിലേക്ക് തിരിയാൻ സമയമായിരിക്കുന്നു. യേശുവിലൂടെ നൽകിയ വ്യാഖ്യാനങ്ങളെ പഠിക്കാൻ സമയമായിരിക്കുന്നു. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രവാചകന്മാരെ അവഗണിക്കാൻ വേണ്ടിയല്ല. യേശു പറഞ്ഞു, ഈ ന്യായപ്രമാണത്തിലെ വള്ളിയും പുള്ളിയും നീങ്ങിപ്പോവുകയില്ല, അവർ നിവൃത്തിയാകുവോളം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുകയില്ല എന്ന് പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ അതിനെ നീക്കാനല്ല, നിവർത്തിപ്പാനാ വന്നത്. നിവർത്തിപ്പാൻ, കംപ്ലീറ്റ് ചെയ്യാൻ. പറഞ്ഞ ഹല്ലേലൂയ. ഒരുപക്ഷെ വലിയ പഠന യോഗ്യതയൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. പഠിപ്പിക്കുമ്പോൾ വികലമായ പഠിപ്പിക്കലാണ്. പിന്നെ അതിൻ്റെ എന്താ പറയുന്നത്, ഹെഡ് മിസ്ട്രസോ ഹെഡ് മാസ്റ്ററോ അതിൻ്റെ മുകളിലുള്ള അല്ലേ, കൂടുതൽ ഉയർന്ന തലത്തിൽ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ അവർ വന്ന് കുഞ്ഞുങ്ങളോട് ചോദിക്കുക, അവരെന്നാ പഠിപ്പിച്ചേ? ചോദിക്കുമ്പോൾ ചില കുറവുകളുണ്ടാകാം. ആ കുറവുകളെ തിരുത്തുന്നു ഈ ഹെഡ് മിസ്ട്രസ് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ. നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സൂചിച്ചേ. പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ പ്രവചനത്തെ ദൈവം നിന്ദി ക്രിസ്തു പഠിപ്പിച്ചതിനൊത്തവണ്ണം നമ്മൾ യാത്ര ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി തെറ്റിദ്ധാരണകൾ ദൈവം മാറ്റാൻ പോവുകയാണ്. എത്ര പേർക്ക് താല്പര്യമുണ്ട്? നിങ്ങൾക്ക് നമ്മുടെ ചർച്ചിലെ ഇതിൻ്റെ മീറ്റിങ്ങിൻ്റെ ലിങ്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം, വാങ്ങിക്കണം. നിങ്ങൾ ഞങ്ങൾക്ക് ഒരു നയാ പൈസ തരണ്ട, ഇത് സൗജന്യമാണ്. പ്രൈസ് ദി ലോർഡ്. മിണ്ടുന്നില്ലല്ലോ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. കുഞ്ഞെ, നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം സുജയും അല്ലേ, സുജ സിസ്റ്ററും മോളി ആൻറ്റിയും കൂടെ അവർ ഇവിടുത്തെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പ്രാർത്ഥന കഴിയുമ്പോൾ അവർ ഇറങ്ങി നടക്കും തെരുവിലൂടെ. എന്തിനാന്ന് വെച്ചാൽ യേശുവിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അവരിറങ്ങി നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് സഹോദരങ്ങളെ കണ്ടു. ആ സഹോദരങ്ങളെ കണ്ടപ്പോൾ അവരെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഇവരുടെ കയ്യിൽ 150 രൂപ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊന്ന് വന്ന് ഈ സുവിശേഷം ഞങ്ങളോട് ഒന്ന് പറയാവോ? ഞാൻ പറഞ്ഞു, ശരിയാണോ അല്ലയോ എന്ന് ആൻറ്റി വന്ന് പറഞ്ഞു. കയ്യൊന്ന് ഉയർത്തി കാണിച്ച്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, മനസ്സിലായല്ലോ? നല്ലൊരു കയ്യടി കൊടുത്തേ. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. ഇവരുടെ കയ്യടി സ്വീകരിക്കേണ്ട, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പറഞ്ഞതിനെ കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കണം. അവർ കേട്ടിട്ടില്ല. കേൾക്കാൻ വേണ്ടിയുള്ള വലിയ ആഗ്രഹത്തിലാണ്. നിങ്ങൾ കണ്ടോ, ചിലപ്പോൾ അവരിലൂടെ ഇരിക്കുന്ന ആളുകളെ കർത്താവിന് വേണ്ടി അവർക്ക് നേടുവാൻ ദൈവം അവസരം കൊടുക്കുകയാണ്. ഒരു ഓപ്പണിംഗ് അവർക്ക് ലഭിച്ചാൽ അടുത്ത മിനിസ്ട്രി അവിടെ വെളിപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ യേശുവിനെക്കുറിച്ച് മിണ്ടാത്തതാണ്. യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കണം കുഞ്ഞെ. ജീവിതത്തിൽ നിനക്ക് എത്ര വേദനകളും ദുഃഖങ്ങളും കടുത്ത സാമ്പത്തിക ദാരിദ്ര്യവും പ്രതികൂലം ഉണ്ടെങ്കിലും നീ യേശുവിനെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നതോടുകൂടി നിനക്ക് മുകളിൽ തുറക്കപ്പെട്ടൊരു സ്വർഗം തമ്പുരാൻ ഒരുക്കാൻ തുടങ്ങുകയാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. എൻ്റെ ജീവിതത്തിലെ നിരാശകളും ഭാരങ്ങളും മാറിയത് യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഇന്ന് രാവിലെ ഞാനിവിടെ വന്നിരിക്കുമ്പം ഗ്ലൂമിയായോ മൂഡ് മോശമായോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ഞാൻ കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു സാഗരം ഇരമ്പുകയാണ്. അവനെക്കുറിച്ച് പറയാനുള്ള ആവേശം എൻ്റെ ഉള്ളിൽ തരികയാണ്. ഒരു കടലോളം സമാധാനവും സന്തോഷവും എൻ്റെ ഉള്ളിൽ അവൻ തരികയാണ്. പ്രൈസ് ദി ലോർഡ്. നല്ല പ്രസംഗമാണെന്ന് പറഞ്ഞ് ഇത് കഴിയുമ്പോൾ 1000 രൂപ കൊണ്ടെന്ന് തരുന്നതിൽ യാതൊരു സന്തോഷമില്ല. ഒരു കടലാസ് കനത്തിൻ്റെ അപ്പുറം അതിന് വിലയില്ല. കരമയത്തി ഹല്ലേലൂയ പറഞ്ഞേ. നമുക്ക് ആവശ്യമായ സമ്പത്തെല്ലാം ദൈവം തരും. അത് ദൈവം നീതിമാന്മാരുടെ കൈകളിലൂടെ നമുക്ക് തരും. മനസ്സിലാകുന്ന ദൈവത്തെ സ്തുതിച്ചേ. നമ്മൾ സ്വോത്ര വഴിപാട് എടുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതിന് കാരണം ഇതിൻ്റെ അകത്ത് എത്ര പേര് നല്ലതാണെന്നും നല്ലതല്ലെന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കണം. അപ്പോൾ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്
ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ആര് മുഖാന്തരം? ഒന്നുകൂടെ പറഞ്ഞേ, പുത്രൻ മുഖാന്തരം. ഒരിക്കൽ കൂടെ പറ, പുത്രൻ മുഖാന്തരം. ഉറക്കെ പറ, പുത്രൻ മുഖാന്തരം. യേശു മുഖാന്തരം, യേശു മുഖാന്തരം. യേശു ഈ ദിവസങ്ങളിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുക. യേശു ഈ വ്യാഖ്യാനങ്ങളെ, ശരിയായ വ്യാഖ്യാനങ്ങൾ നമുക്ക് തരാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ഇത് കേൾക്കണം, കേട്ടിട്ടേ പോകാവൂ. ഞാൻ നിർബന്ധമായി ഈ കാലത്ത് നിങ്ങളോട് പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ ശവാടക്കിനോ നിങ്ങളുടെ വിവാഹത്തിന് വരുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാകില്ല നിങ്ങൾ സഭയിൽ ആത്മാർത്ഥത കാണിക്കാത്തവരാണെങ്കിൽ. ഞങ്ങളുടെ മനസ്സ് നീറുകയാണ്. കാരണം എന്നാണെന്നറിയോ? ഞങ്ങൾ പറയേണ്ടി വരുന്നതൊക്കെ, ഞങ്ങൾ ഈ സാക്ഷീകരിക്കേണ്ടി വരുന്നതൊക്കെ നെഗറ്റീവായ കാര്യങ്ങളാണ്. അതിൻ്റെ വേദന ഞങ്ങളുടെ ഉള്ളിലും. നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. പലരും ഇതുവരെ ക്രിസ്തുവിനെ അറിയാത്തവർ, നമ്മുടെ വീടുകൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ആരും നിന്ദിതരാകരുത് എന്ന് കരുതി ഈ കൊറോണ കാലത്തും കൊണ്ടുപോയി അടക്കിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ജീവിതത്തിൽ എത്രമാത്രം സഭയോട് വിശ്വസ്തത കാണിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന സത്യമാണ്. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളോട് നിർബന്ധമായി സഭയിലെ മെമ്പർമാരോട് പ്രത്യേകിച്ച് നിങ്ങൾ ഈ വചന ശുശ്രൂഷയെ പങ്കെടുക്കണം, വചനം കേൾക്കണം. വചനം അറിയാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. മർക്കോസ് 12:24 തിരുവെഴുത്തുകളെയോ ദൈവശക്തിയെയോ അറിയായിക കൊണ്ട്. ദൈവശക്തി എന്ന് പറയുന്നത് വീഴുന്നതല്ല കുഞ്ഞെ, അതിനെല്ലാം അപ്പുറത്ത് ദൈവശക്തി മറ്റൊന്നാണ്. ശക്തികൾ ഹല്ലേലൂയ പറഞ്ഞേ. ചിലപ്പോൾ നിന്റെ മേൽ ഭൂതബാധ ഉണ്ടെങ്കിൽ, ഭൂതബാധയുള്ളത് വിട്ടുപോകുമ്പോൾ നീ ചിലപ്പോൾ വീണേക്കാം. ചിലപ്പോൾ നിനക്ക് ഒരു അഭിഷേകം ലഭിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായേക്കാം. പക്ഷെ എപ്പോഴും വീഴാൻ വേണ്ടിയല്ല നീ പോകേണ്ടത്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവത്തിൻ്റെ വചന സത്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അധരങ്ങളിലൂടെ മൊഴിയപ്പെട്ട വ്യാഖ്യാനത്തിൻ്റെ ആ കൺകോർഡൻസ് അല്ലേ, അങ്ങനെയല്ലേ പറയുന്നേ? അതിനനുസരിച്ച് വേണം നമ്മൾ കർത്താവിൻ്റെ വ്യാഖ്യാനങ്ങളെ സ്വന്തമാക്കിയെടുക്കാൻ. ബാക്കിയുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ സമയമായിരിക്കുന്നു. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണോ? കർത്താവ് എന്തു വ്യാഖ്യാനമാണ് തന്നിരിക്കുന്നത് അതിനെ പഠിച്ചാൽ എനിക്കറിയാം ദൈവം നമ്മളിലൂടെ മരിച്ചവനെ ഉയർപ്പിക്കാൻ പോവുകയാണ്. ഈ വെളിപ്പാട് കിട്ടിയവൻ പ്രാർത്ഥിച്ചാൽ രോഗങ്ങൾ സുഖപ്പെടും. നീ ഒരു ഭവനത്തിൽ ചെന്നാൽ അവിടെ സമാധാനം നിറയാൻ തുടങ്ങും. അത്ഭുതകരമായ ദൈവം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഈ മേഴ്സി സഹോദരിക്ക് ഒരു ലോൺ സാങ്ഷൻ ആകുന്നില്ലായിരുന്നു. ലോൺ സാങ്ഷൻ ആകാതിരിക്കുമ്പോൾ അതിന് കാരണഭൂതനായ ഒരു കരത്തെ ദൈവം മാറ്റിക്കളഞ്ഞു അല്ലേ? ആ ഉദ്യോഗസ്ഥൻ അവിടുന്ന് മാറി അടുത്ത ആഴ്ച ആ സഹോദരിക്ക് ലോണല്ല സാങ്ഷനായി കിട്ടുകയാണ്. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. ആ സഹോദരിയെ സഭയിലേക്ക് കൊണ്ടുവന്നത് ഈ മോളി ആൻ്റിയാണെന്ന് എനിക്ക് തോന്നുന്നു. മോളി ആൻ്റി സുവിശേഷം പറഞ്ഞിട്ട് ആ സഹോദരി വന്നത്. സഹോദരി അനുഗ്രഹിക്കപ്പെട്ടു. ഇനി ആ സഹോദരിയുടെ മകൾ അടുത്ത ആഴ്ചയിലും മറ്റോ വരുന്നുണ്ട്. വരുമ്പോൾ അവൾ ഡോക്ടറാണ്, MBBS ഫൈനൽ ഇയറോ മറ്റോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ച്. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അറിയുന്നത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കേരളത്തിലെ കുട്ടികൾക്കെല്ലാം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കോളേജാണ്. അവിടെ ആ കുഞ്ഞിന് MBBS പഠിക്കാൻ ദൈവം കൃപ കൊടുത്തെന്ന് പറഞ്ഞാൽ അത് അവരുടെ കുടുംബത്തോട് കാണിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ സഹോദരിക്ക് ഒന്നുമില്ല, ഒരു സാധാരണ ജോലി ചെയ്ത് ഭർത്താവ് മരിച്ചുപോയതാണ്. ജീവിക്കുന്ന അതുകൊണ്ട് ജീവിക്കുന്ന ആ സഹോദരിക്ക് ആ കുഞ്ഞിനെ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം ഒരു ലോണിന് സാങ്ഷൻ അല്ലെങ്കിൽ ലോണിന് അപേക്ഷിക്കുമ്പോൾ അത് കിട്ടാൻ സ്വർഗത്തിലെ തമ്പുരാൻ ആ മകൾക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഇതുപോലത്തെ 100 സംഭവങ്ങൾ ഞാൻ പറയാം. യേശുവിന് വേണ്ടി നീ നിന്നാൽ, യേശുവിൻ്റെ സത്യവചനത്തിൽ നീ ജീവിച്ചാൽ നിന്നെ തകർക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. കർത്താവിൻ്റെ വചനപ്രകാരം ജീവിച്ചാൽ നിന്നെ അവൻ ഉയർത്തും. നിന്നെ അവൻ വാലാക്കി മാറ്റുകയല്ല, നിന്നെ അവൻ ചുരുട്ടി മാറ്റാൻ അവൻ അനുവദിക്കില്ല. അവൻ നിനക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ നിന്റെ സകല ചിന്താകുലം അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ യഹോവ ഒരു കാലത്തും സമ്മതിക്കുകയില്ല. ഈ വചനം സത്യമാ പ്രിയ സഹോദര. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ വചനത്തിൻ്റെ മെത്തേഡ്? ഇതിൻ്റെ രീതിക്കനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് പരാജയം എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിലില്ല. നിങ്ങൾക്കറിയാവോ, നമ്മൾ ക്രിസ്തുവിൽ ജയോത്സവമായി നടക്കുന്നവരാണ്. ഇന്ന് പരാജയമെന്ന് തോന്നുന്ന പല മണ്ഡലങ്ങളെയും കീഴടക്കാൻ ഈ റെവലേഷൻസിലേക്ക് വരണം. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു വചനം, ഞാൻ ഈ വചന സന്ദേശം അല്പസമയം കൊണ്ട് ചുരുക്കും, കാരണം ഇത് ഒരു തുടക്കം മാത്രമാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദയവ് ചെയ്ത് കണ്ടിന്യൂസ് ആയി നിങ്ങൾ കയറണം. ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്, അല്ലാതെ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതാണ്.
അവിടെ പഠിക്കണം. നമുക്ക് യേശുവിനെ കുറിച്ച് അറിയത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ സ്കേവ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ്റെ 7 മക്കൾ പൗലോസ് പറയുന്ന യേശുവിൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഭൂതബാധിതനായ മനുഷ്യൻ അവരെ വിവസ്ത്രരാക്കുക മാത്രമല്ല, മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത് നാട് കടത്തി വിടുകയാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഈ നാമത്തെ അറിയാതെ ഉപയോഗിക്കരുത്. അറിഞ്ഞുപയോഗിച്ചാൽ അനുഗ്രഹമാണ്, അറിയാതെ ഉപയോഗിച്ചാൽ പിശാച് നിന്നെ കീഴടക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. നമ്മൾ വെറുതെ നമുക്ക് അധികാരം കിട്ടാതെ കർത്താവിൻ്റെ നാമവുമായി, നാമത്തിൻ്റെ ഉടയവനുമായി റിലേഷൻഷിപ്പ് ഇല്ലാതെ നമ്മളതിനെ ഉപയോഗിച്ചാൽ നമുക്കൊരു ദുരന്തമായത് മാറും. ഈ ജനം എന്നെ അധരം കൊണ്ട് ബഹുമാനിക്കുന്നു, ഇവരുടെ ഹൃദയങ്ങൾ എന്നിൽ നിന്ന് അകലെയാണ്. ഇവർ മനുഷ്യ പ്രമാണത്തെ ദൈവകൽപ്പനകളായി പഠിപ്പിക്കുന്നു. ഇവർ പറയുന്നു, പക്ഷേ ഇവർ ചെയ്യുന്നില്ല. ഇവർ കടലും കരയും കടന്ന് ആത്മാക്കളെ ചേർത്ത് അവരുടെ മതത്തിൽ ചേർക്കാൻ വേണ്ടി ഓടി നടക്കുന്നു. മത്തായി സുവിശേഷം 23-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. പക്ഷേ അവരുടെ മതത്തിൽ ചേർത്തതിന് ശേഷം ഇരട്ടി നരകത്തിന് അവർ യോഗ്യരാക്കും. നിങ്ങൾക്ക് വല്ല മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഒരുപാട് റിലീജിയൻസ് ഉണ്ട് ക്രിസ്ത്യൻ നാമത്തിൽ. അതിനെല്ലാം പൊളിച്ചെഴുതാൻ കാലമായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ എരിവുണ്ട്. കാരണം ഇതിനു വേണ്ടി സത്യമായി ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരു കൃപയും അഭിഷേകമുള്ള ഒരു പറ്റം തലമുറയെ ദൈവം എഴുന്നേൽപ്പിച്ചാൽ അടുത്ത തലമുറയിൽ ഇവിടെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി ഇവിടെ വെളിപ്പെടാൻ പോവുകയാണ്. ഈ പട്ടണത്തിൽ ഒരു റിയൽ ക്രിസ്ത്യാനിറ്റി വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി എരിവോടെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ കഴിയുമെങ്കിൽ ഒരു ജെനുവിനായ ക്രിസ്ത്യാനിറ്റിയെ ദൈവം കാണിക്കും. മരിച്ചതിനെ ഉയർപ്പിക്കുന്ന, ഭൂതങ്ങളെ ബഹിഷ്കരിക്കുന്ന, അത്ഭുതകരമായ ആയിരങ്ങളെ മാനസാന്തരപ്പെടുത്തുന്ന, വീണ്ടും ജനനം നൽകുന്ന, അത്ഭുതങ്ങളും അടയാളം കൊണ്ട് നിറയ്ക്കുന്ന മറ്റൊരു സഭ ഈ പട്ടണത്തിൽ എഴുന്നേൽക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. എൻ്റെ സഭയെ ഞാൻ പണിയും. യേശു പറഞ്ഞതാ. യേശുവിൻ്റെ സഭയെ പണിയാതിരിക്കാൻ യേശുവിന് പറ്റില്ല. അവരവരുടെ കോൺഗ്രിഗേഷൻസ് പണിതോട്ടെ. നീ പണവും ധനവും ഒക്കെ നീ വർദ്ധിപ്പിച്ചു, പക്ഷേ അവൻ്റെ നാമത്തെ ഉയർത്തുന്ന ഒരു സഭ ഈ പട്ടണത്തിൽ 10 പേരുടേതുണ്ടെങ്കിൽ അവൻ അതിനെ സംരക്ഷിക്കാൻ കരുതലുള്ളവനാണ്. അതിൻ്റെ ഭാഗമായി തീരാൻ കഴിഞ്ഞ നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ആ സത്യങ്ങൾ തിരിച്ചറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യട്ടെ. അപ്പോൾ യേശു നമ്മളെ പുതിയ നിയമത്തിലൂടെ പഴയ നിയമത്തെ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ ജീവിതത്തിൽ പിന്മാറിപ്പോയതിൻ്റെ കാരണം അവർക്ക് തെറ്റായ അറിവുകൾ അവരുടെ ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ സൂപ്പർസ്റ്റിഷൻസ് ഉണ്ടായിരുന്നു. അവർക്ക് അന്ധവിശ്വാസങ്ങൾ പലതും ഉണ്ടായിരുന്നു. അവർക്ക് പിന്നിൽ മോശയും ന്യായപ്രമാണവും സങ്കീർത്തനങ്ങളും പ്രവാചകങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അവയിലുണ്ടായിരുന്ന യേശുവിനെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് അവർക്കില്ലായിരുന്നു. അവർ പറഞ്ഞത്, ഒരു മനുഷ്യൻ വന്നു, അവൻ അനേകരെ സുഖപ്പെടുത്തി, അനേകരെ ഭൂതങ്ങൾ വിടുവിച്ചു, പിന്നെ അവൻ ഒരു ദിവസം കാൽവരി ക്രൂശിൽ കയറി, അവൻ മരിച്ചു, എവിടെ പോയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് അവർ പറഞ്ഞു. യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരാണിത് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർക്കണം. എന്നിട്ട് അവരെ തിരുത്താൻ യേശു ഇറങ്ങി വരികയാണ്. കാരണം ഇത് ഹല്ലേലൂയ പറഞ്ഞേ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ദൈവം ഒന്ന് പൊളിച്ചെഴുതാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ അവൻ മാറ്റിമറിക്കട്ടെ. ദൈവത്തിന് വളരെ ഫ്ലെക്സിബിളായി നിൽക്കുക ദൈവത്തിൻ്റെ സന്നിധി. നമ്മളിവിടെ ആരോടും മത്സരിക്കുന്നില്ല. ആർക്കും തമ്മിൽ മത്സരത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാവരും നിത്യതയിൽ നമുക്ക് പ്രവേശിക്കണം, നിത്യജീവൻ പ്രാപിക്കണം നമുക്ക്. കാരണം ഇത് ഹല്ലേലൂയ പറഞ്ഞേ. നമുക്ക് നിത്യജീവൻ പ്രാപിക്കണം. നമുക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം. ഇവിടെ യേശുവിന് വേണ്ടി ജീവിച്ചാൽ നിന്നെ അവൻ അത്ഭുതകരമായി അവൻ പോറ്റി പുലർത്തും. ഈ നൈനാൻ സാർ എന്നോട് പലവട്ടം പറഞ്ഞു, ബ്രദറെ എനിക്ക് ഭയങ്കരമായ സാമ്പത്തികമായ പ്രതികൂലമാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞ ഒരു ഭാഗം അദ്ദേഹം ഇവിടെ പറഞ്ഞു, ഇനി മുതൽ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി സഭയിൽ പോകരുത്. ഇനി നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നനുസരിച്ച് നമ്മളെ ക്രമീകരിക്കുക. അദ്ദേഹം ക്രമീകരിച്ചു. ഈ ആൻസി സഹോദരി പല പ്രാവശ്യം അദ്ദേഹത്തോട് കാണുമ്പോഴൊക്കെ ഏറ്റവും ഒടുവിൽ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ആൻസി കൊച്ച് എന്നെ കാണുമ്പോൾ അധികം മിണ്ടുന്നില്ല, ഞാൻ സ്നാനപ്പെടാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുക. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ആ നൈനാൻ സാറ് അദ്ദേഹം സ്നാനപ്പെടുകയും കർത്താവിൻ്റെ സഭയോട് ഇത് നമുക്കൊന്നും വരുത്താൻ കഴിയില്ല. ഈ അത്ഭുതം ചെയ്യുന്നത് ദൈവമാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ ഇറങ്ങിയാൽ നിങ്ങളെ മാനസാന്തരപ്പെടുത്തിയിരിക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ വഴിയിലേക്ക് ചേർന്ന് നിൽക്കണം. മുമ്പേ അവൻ്റെ രാജ്യം അവൻ്റെ നീതിയും അന്വേഷിപ്പിൻ, അവയോടൊപ്പം ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് തരാമെന്നാണ് ദൈവം പറഞ്ഞേ. അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. നിന്റെ തലമുറകൾക്ക് ദൈവം കരുതുന്ന കുഞ്ഞുങ്ങളെ ദൈവം നൽകും. അവർക്കാവശ്യമുള്ള ജോലി ദൈവം നൽകും. വഷളായി പോകുന്ന തലമുറയാണെങ്കിൽ അവരെ നേരെ നടത്താൻ ദൈവം മതിയാ. ഇത് പ്രവചനമാണ് ഞാൻ പറയുന്നത്. ഞാനിത് ആത്മാവിൽ കണ്ടുകൊണ്ട് പറയുക. നിന്റെ വാതിൽ ദൈവം തുറക്കും. ദൈവം മതിയായവനാണ്.
ഒരു മിറാക്കുലസായി, അത്ഭുതകരമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ പോവുകയാ ദൈവം. നീ ഇപ്പോൾ മാനുഷികമായി വളരെ വിഷമിച്ച് ഉപവസിച്ചും പ്രാർത്ഥിച്ചും നേടിയ വാതിൽ ദൈവം അടയ്ക്കാൻ പോവുക. പകരം സ്വർഗത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കാൻ പോവുക. ആർക്കും പിന്നെ അതിനെ അടയ്ക്കാൻ കഴിയില്ല. അതിന് ചെയ്യേണ്ടത് നീ നിന്നെ തന്നെ പറ, ക്രമീകരിക്കണം, 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 ക്രമീകരിക്കണം. നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധി ക്രമീകരിച്ചു കൊടുത്താൽ നമുക്ക് വേണ്ടി സുജയുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ സുജയുടെ 2 തലമുറകൾ, 2 കുഞ്ഞുങ്ങൾ, ഇന്ന് അവർ ക്രിസ്തുവിലേക്ക് ആയിട്ടില്ല, പക്ഷെ അവരെ കർത്താവ് ആക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. സുജയുടെ മനസ്സിൻ്റെ ആകെ ആഗ്രഹം, ആ സഹോദരിക്ക് താമസിക്കാൻ വീടില്ല, വാടക കൊടുക്കാൻ മകൾ അയച്ചു കൊടുക്കുന്ന പണം, അല്ലെങ്കിൽ ആ സഹോദരി തന്നെ എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ ചെയ്ത ആ സഹോദരി ജീവിക്കുന്നത്, ആരോടും ഒരു പരാതി പറയാതെ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ആ മകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന കുഞ്ഞുങ്ങൾ യേശുവിലേക്ക് വരിക എന്ന ആഗ്രഹം ദൈവം നിവർത്തിപ്പാൻ പോവുകയാണ്. ഈ ട്രാക്റ്റ് കൊടുക്കുന്നത് യേശുവിന് വേണ്ടിയാണെങ്കിൽ യേശു അത് ചെയ്തിരിക്കും. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വിളിച്ചു പറയാം, നിന്റെ ജീവിതത്തിലെ പാസ്റ്റ് ഈസ് പാസ്റ്റ്, അതിനെ ദൈവം ഡിലീറ്റ് ചെയ്ത് കളയുക. ഇനി നിനക്കൊരു പുതുമ നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോവുക. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മിറാക്കുലസായ ഒരു അത്ഭുത ലോകത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കാൻ പോവുക. പക്ഷെ നീ ഒന്ന് കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാകണം, നീ ഒന്ന് സഹകരിക്കാൻ തയ്യാറാകണം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എബ്രായ ലേഖനത്തിലെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരാം. അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 9 മുതൽ. നിങ്ങൾ എന്നോട് സഹകരിക്കണം. ബൈബിൾ ഇല്ലാത്തവർ നിങ്ങളുടെ മൊബൈലിൽ ബൈബിൾ എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളത് നിൽക്കുക. കയ്യിൽ, എനിക്കറിയാം എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോണുണ്ട്. ആ പാടെ ഇല്ലാത്ത ജെയിം ബ്രദറിനെ മറ്റേ ഉള്ളൂ. ജെയിം ബ്രദറിന് ഈയിടെ കൊണ്ടുവന്ന് കൊടുത്തോ ആരെങ്കിലും? ഇല്ലല്ലോ. തന്നോ? ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പുതിയത് കിട്ടി. അപ്പോൾ അതിൻ്റെ അകത്തും ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങൾ മൊബൈലിൽ അതിൻ്റെ ഇടയ്ക്ക് വാട്സാപ്പിൻ്റെ മെസ്സേജ് വരുന്നത് നോക്കരുത്, വചനം കേട്ടുകൊണ്ടിരിക്കണം, വചനം നോക്കിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വലിയ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. നമ്മളെ ക്രിസ്തുവിലുള്ള ഏകാഗ്രതയെ വിട്ട് വഷളാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നമ്മുടെ വഴി തിരിഞ്ഞു പോകരുത്, വചനത്തിലേക്ക് തിരിച്ചു വരിക. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 മുതൽ വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവവും, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. ആരെ ഏറ്റവും ഉയർത്തി? ഏറ്റവും ഉയർത്തി എന്ന് പറഞ്ഞാൽ ഇനി ഉയർത്താൻ വേറെ ഒരു ഭാഗമില്ല. നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ അവൻ പിതാവിനോളം ഉയർത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഒരു സത്യം കൂടെ മനസ്സിലാക്കിയാൽ, പിതാവിന് പേരില്ല ബൈബിളിൽ, നിങ്ങൾക്കറിയാവോ? പരിശുദ്ധാത്മാവിന് പേരില്ല, നിങ്ങൾക്കറിയാവോ? പേരുള്ള ഒരേ ഒരു ദൈവം യേശുവാ. നിങ്ങൾ മിണ്ടുന്നില്ല. ഒരു പബ്ലിക് മീറ്റിങ്ങിൽ നിങ്ങളുടെ ദൈവം ആരാണെന്ന് ചോദിക്കുമ്പോൾ ചില ആളുകൾക്ക് മറുപടി പറയാൻ അവർക്ക് പറ്റുന്നില്ല. അവരാദ്യം പറഞ്ഞു പിതാവാ ദൈവം, പിന്നെ പുത്രനാ ദൈവം, പരിശുദ്ധാത്മാ. നമുക്ക് ഒറ്റ ദൈവമുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിനെക്കുറിച്ചുള്ള വെളിപ്പാടാണ് ബൈബിളിൽ ഉടനീളം പറയുന്നത്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. പിന്നെ അത് ത്രിത്വത്തിൽ പല പൊസിഷനിൽ പല രീതിയിൽ അതിനെ ദൈവം നമുക്ക് അതിൻ്റെ വെളിപ്പാട് കിട്ടിയാലേ അതിൻ്റെ യാഥാർത്ഥ്യം. നമുക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ, നമ്മുടെ ദൈവം ഏകനാണ്. ഇസ്രായേലേ, നിന്റെ ദൈവം ഏകൻ തന്നെ. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ, വായിച്ചേ, യേശുവിന്റെ നാമത്തിങ്കൽ വായിച്ചേ, എൻ്റെ കൂടെ വായിച്ചേ, ശക്തമായിട്ട് വായിച്ചേ. വായിച്ചാൽ അനുഗ്രഹമാണ്. വായിച്ചാൽ അനുഗ്രഹമാണെന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് അല്ലേ? ഈ പ്രവചന ഗ്രന്ഥത്തിലെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവരും വായിക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ദേ ആർ ബ്ലസ്ഡ്. നൈനാൻ സാർ ബ്ലസ്ഡ് ആയി വെള്ളിയാഴ്ച അല്ലേ? ഇനിയും ബ്ലസ്ഡ് ആകാൻ പോവുകയാണ്. നമ്മളിവിടെ ഇരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാ. വചനം വായിച്ചാൽ അനുഗ്രഹിക്കപ്പെടുകയാണ്. വചനം വായിക്കുമ്പോൾ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് വായിച്ച് കേൾപ്പിക്കാം അല്ലേ? ലൗഡായിട്ട് നമുക്ക് അത് നമ്മളങ്ങനെ വായിക്കുമ്പോൾ ആരും കേൾക്കുന്നില്ലെങ്കിൽ നമ്മുടെ ചെവി കേൾക്കുന്നുണ്ട്.
അല്ലേ, പിള്ളേർ പഠിക്കാനിരിക്കുമ്പോൾ അവർ ഉറക്കം വായിക്കുന്നതിൻ്റെ കാര്യം എന്നാ? ഒരു പ്രാവശ്യം അവർ പറയുമ്പോൾ പറയുന്നത് തന്നെ അവരുടെ ചെവിയിലേക്ക് കയറി ഹൃദയത്തിലേക്ക് പതിയുകയാണ്. നിങ്ങൾക്ക് എൻ്റെ കൂടെ ഉണ്ടോ? വായിക്കാം നമുക്ക്. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും, പറഞ്ഞ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, യേശുവിൻ്റെ നാമത്തെ ഏത് സമയത്ത് നീ വിളിച്ചപേക്ഷിച്ചാലും അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവനാണ്. കാരണം അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. എഫേസ്യ ലേഖനം 1:17 മുതൽ നമ്മൾ വായിച്ചു. ഇനി നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരാം. ഞാൻ വളരെ സാവകാശമാണ് പോകുന്നത്. ചില വചനങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 14:11 മുതൽ എടുത്തോ, ബൈബിൾ തുറന്ന് വായിക്കുക. യോഹന്നാൻ 14:11 മുതൽ. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിക്കും. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കണ്ടന്റ് എല്ലാം നിങ്ങളുടെ മനസ്സിൽ കയറിയാൽ, ഞാൻ കൂടുതലൊന്നും പറയലാത്തതിൻ്റെ കാര്യം വിമർശനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. പറഞ്ഞ ഹല്ലേലൂയ. വിമർശനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ, നിങ്ങളുടെ കൺഫ്യൂഷൻ മാവുകയാണ് ദൈവത്തെക്കുറിച്ച്. ആ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറിയാൽ നിങ്ങൾ ഇനി പ്രാർത്ഥിക്കുന്നത് യേശുവിനോടാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിലാണ്. യേശുവിനെ നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങുന്നു. അവന് കൊടുക്കേണ്ട എല്ലാ മഹത്വം കൊടുക്കുക. കാരണം അവനാണ് സമ്പൂർണ്ണനായ ദൈവം എന്ന് മനസ്സിലാകുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മിറക്കിൾസ്, ഞാൻ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് എന്നെ വിശ്വസിക്കണം എന്നാണ് യേശു ആവശ്യപ്പെടുന്നത്. പിതാവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഞാൻ ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ ദൈവമാണെന്നാണ് യേശു പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ആമേൻ, ആമേൻ. ഇതേ ബൈബിളിൽ ചില വചനങ്ങൾ ഇങ്ങനെ ഒറ്റ പ്രാവശ്യം മാത്രം പറഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട്. ചില വചനങ്ങൾ യേശു പറയുമ്പോൾ ആമേൻ, ആമേൻ, വെരിലി വെരിലി ഐ സേ അൺടു യു, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ വളരെ എംഫസൈസ് ചെയ്തുകൊണ്ട്, പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റുള്ള വചനങ്ങൾ പോലെ അതിനെ കെയർ ചെയ്യാതെ വിടരുത്. കുറച്ചുകൂടെ പ്രാധാന്യം അതിനുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. ഇത് ബൈബിൾ സ്റ്റഡിയുടെ ഒരു പ്രിൻസിപ്പിളാണ്. അടുത്ത വാക്യം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ. നിങ്ങൾ വായിച്ചേ എന്നേ, നിങ്ങൾ ഞാൻ വായിക്കുക എന്ന് കേൾക്കാനിരിക്കരുത്, എൻ്റെ കൂടെ വായിച്ചേ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്താ നമ്മൾ യേശു ചെയ്തതിനേക്കാൾ വലിയതും ചെയ്യുന്നത്? യേശു ചെയ്തതിനേക്കാൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് പോലും, അല്ലെങ്കിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത് കാണുന്നുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ വന്നത് യോഹന്നാൻ 20:30-31 അപ്പോസ്തലപ്രവൃത്തി 1:5 മുതൽ പിന്നെ അവർ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ 1 കാത്തിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നത്. അതിനുശേഷം ചെയ്ത പ്രവൃത്തികളൊക്കെ കൂടുതൽ ഉപരിയായ അധികാരത്തോടെ ആയിരുന്നുവെന്ന് ദൈവവചനം തെളിയിക്കുന്നു. മനസ്സിലായെന്നെങ്കിൽ ഇത് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ ക്രിസ്തുവിലാകുന്നതിന് മുമ്പും ഈ നാമത്തിൻ്റെ പ്രത്യേകത, ഈ നാമത്തിൽ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഈ നാമം, അതിൻ്റെ സവിശേഷത, നീ യേശുവിലായതിനു ശേഷം നീ ഈ നാമത്തെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ആധികാരികതയും അധികാരവും അതിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല, എനിക്കും നിങ്ങളെ മനസ്സിലാകുന്നില്ല. വിവാഹം ഒരു മർമ്മമാണെന്ന് പറഞ്ഞ പോലെ ഞാൻ രാവിലെ പറഞ്ഞു തുടങ്ങിയല്ലോ. പിന്നിച്ചാൻ ഇച്ചിരി താമസിച്ചാണ് വന്നേ, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും വിവാഹം നടക്കാൻ പോവുക. വിവാഹം എന്ന് പറയുന്നൊരു മിസ്റ്ററിയാണ്, ഒരു രഹസ്യമാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ നസീറും പണ്ട് സിനിമയിൽ ഇങ്ങനെ മരം ചുറ്റി പ്രേമം നടത്തുന്ന പോലെയാണ് പലരുടെ ഉള്ളിൽ. പിള്ളേർക്ക് അറിയത്തില്ലല്ലോ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. വിവാഹം എന്ന് പറയുന്നൊരു മിസ്റ്ററിയാണ്. ഒരു പുരുഷൻ എന്ന് പറയുന്നൊരു മിസ്റ്ററിയാണ്. ഒരു സ്ത്രീ എന്ന് പറയുന്നൊരു മിസ്റ്ററിയാണ്. ക്രിസ്തു എന്ന് പറയുന്നൊരു മിസ്റ്ററിയാണ്. സഭ എന്ന് പറയുന്നൊരു മിസ്റ്ററിയാണ്. ദൂരത്തുനിന്ന് കാണുന്നത് പോലെയല്ല, അകത്തിറങ്ങുമ്പോൾ ഇതിൻ്റെ അകത്തിലേക്ക്, നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് യഥാർത്ഥ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യമൊന്നുമല്ല അതിൻ്റെ അകത്തുണ്ടാകാൻ. മിണ്ടുന്നില്ല. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞ്. ഒരിക്കൽ കല്യാണം കഴിച്ചവരോട് ഇനി കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചാൽ അവർ പറയും, എനിക്ക് ഏതോ ദൈവദാസൻ ചോദിച്ചു, ഈ കല്യാണം കഴിച്ച അതേ ജീവിത പങ്കാളിയെ അടുത്ത
ഒരു ജന്മം ഉണ്ടെന്ന് കരുതുക. അന്നേരവും ജീവിത പങ്കാളിയായി സ്വീകരിക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? ഒരു മനുഷ്യൻ പോലും കൈപൊക്കിയില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഇതൊരു തരം അഡ്ജസ്റ്റ്മെൻ്റാണ്. മുപ്പിരിച്ചരുടെ വേഗത്തിൽ ഇതിനെ നടുക്ക് ഇഴപിരിയാത്തൊരു ബന്ധം രണ്ടു പേർക്കും ക്രിസ്തുവുമായിട്ടുണ്ടെങ്കിൽ ജീവിതം ആസ്വാദ്യകരമാണ്, സന്തോഷദായകമാണ്, സമാധാനപൂർണ്ണമാണ്. അവിടെ വെടിയൊച്ചകൾ കേൾക്കാനില്ല, അവിടെ എല്ലാം ശാന്തമാണ്. എന്നാൽ ക്രിസ്തു നടുക്കില്ലാത്ത എല്ലാ ജീവിതവും ഫ്ലൈയിങ് സോസർ പോലെ പാത്രങ്ങൾ പറക്കും. സാമ്പത്തിക പരാധീനതകൾ വരുമ്പോൾ 3ഉം 4ഉം തലമുറ വരെ അപ്പുറവും ഇപ്പുറവും എല്ലാം ഹിസ്റ്ററികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പല പ്രത്യേകതകളുമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ജീവിതത്തിലെ ഒരുപാട് മിസ്റ്ററീസ് പഠിക്കാൻ ഏറ്റവും നല്ല സ്ഥലം സഭയാണ്. കാരണം വിവാഹമെന്ന് പറയുന്നത് നിർമ്മിച്ചത്, ഉണ്ടാക്കിയത്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചത് ആരാണെന്നറിയാവോ? തമ്പുരാനാണ്. സർവശക്തനായ ദൈവം തമ്പുരാനാണ്. ദൈവമാണ് വിവാഹത്തെ ഡിസൈൻ ചെയ്തതെങ്കിൽ എങ്ങനെയാണ് വിവാഹ ജീവിതം നയിക്കേണ്ടതെന്നും പറയാനുള്ള അവകാശം ദൈവത്തിൻ്റെതല്ലേ? ദൈവത്തിനല്ലേ അത് പറഞ്ഞു തരാൻ കഴിയുകയുള്ളൂ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് തക്കതായ തുണയെ ദൈവം കൊടുക്കുകയാണ്. ആദം ദൈവത്തെ ആരാധിച്ചും മഹത്വപ്പെടുത്തുകയും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദാം പറഞ്ഞില്ല, കർത്താവേ എനിക്കൊരു കല്യാണം കഴിക്കണം. പറഞ്ഞോ? ആദാമിനോട് ദൈവം പറഞ്ഞ, നീ ഏകനായിരിക്കുന്ന നന്നല്ല, നിനക്കൊരു ഹെൽപ്പ് മീറ്റ് വേണം. അപ്പം എൻ്റെ ചോദ്യം, ദൈവം സഹായകനല്ലേ? അതെ, ആത്മമണ്ഡലത്തിൽ ആത്മീയമായി സഹായിക്കാൻ കഴിയും. പക്ഷെ ദർ ഷുഡ് ബി അനദർ ഹെൽപ്പ് മീറ്റ്. മറ്റൊരു സഹായം നൽകുന്ന ജഡത്തിൽ, മനുഷ്യ ശരീരത്തിൽ വസിക്കുന്ന വേറൊരാളെ ആവശ്യമുണ്ട് എന്ന് തമ്പുരാൻ അറിയാം. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ഞാനിപ്പോൾ അതിനെ കൂടുതൽ വ്യാഖ്യാനിക്കുന്നില്ല, കാരണം ഇവിടെ കല്യാണമല്ലല്ലോ. പിന്നെ കല്യാണം കഴിച്ചവർ ഇങ്ങനെ വേദനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഏറ്റവും നല്ലത് ഈ പഴയ മാനുവൽ അല്ലേ, മാനുവൽ എന്നല്ലേ പറയുന്നത്. നമ്മളൊരു സാധനം വീട്ടിൽ മേടിച്ചാൽ, ഫ്രിഡ്ജ് മേടിച്ചാൽ അതിൻ്റെ കൂടെ ഒരു മാനുവൽ തരും. മാനുവൽ നോക്കാതെ ചെന്ന ഒരു കാർഡൻ പരിപാടി അതിൽ കൊണ്ടുപോയി കുത്തി മൊത്തം ഷോക്ക് അടിച്ച് വെച്ചിരിക്കുന്നതിനൊക്കെ നല്ലത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ബൈബിളിലേക്ക് തിരിഞ്ഞു വന്നാൽ ദൈവവചനം നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് കുടുംബജീവിതം നയിക്കേണ്ടത്. ആരാണ് ഭർത്താവ്, ആരാണ് ഭാര്യ? ഭർത്താവിൻ്റെ തല ക്രിസ്തുവാണ്. ഭർത്താവ് ഭാര്യയുടെ തലയാണ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പം ആ സിസ്റ്റത്തെ തെറ്റിച്ചാൽ, ഓർഡർ തെറ്റിച്ചാൽ പ്രശ്നം ഉണ്ടാകും. ഭാര്യ കയറി ഭർത്താവിൻ്റെ തലയിൽ കയറിയിരുന്ന് ഭരിക്കാൻ തുടങ്ങിയാൽ ആ വീട് എപ്പം ശപിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ മതി. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുക. അതൊക്കെ പോട്ടെ, നമുക്ക് ആ വിഷയം വിടാം. ഇവിടെ വചനത്തിലേക്ക് വരാം. യോഹന്നാൻ 14:12 ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ആര് ചെയ്തു തരും? പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന്. ഇത് നമ്മൾ വചനം ശരിക്കും പെട്ടെന്ന് അങ്ങ് വായിക്കുന്നില്ല. വായിക്കുന്നതിനകത്ത് ഡീപ്പറായ കാര്യങ്ങളുണ്ട്. സിമ്പിൾ കാര്യമാണ്. ആര് ചെയ്തു തരുമെന്ന് പറഞ്ഞേ? പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. പറഞ്ഞേ, ഞാൻ ചെയ്തു തരും. ഉറക്കെ പറ, ഞാൻ ചെയ്തു തരും എന്ന് പറഞ്ഞാൽ നീ യേശുവിനോട് അപേക്ഷിക്കുമ്പോൾ അത്ഭുതം ചെയ്യുന്ന മറ്റാരുമല്ലേ, യേശു തന്നെയാണെന്നല്ലേ? നിങ്ങൾ മിണ്ടുന്നില്ല, മനസ്സിലായില്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അത്ഭുതം നടക്കുന്ന ആരിലൂടെയാണ്? യേശുവാണ് അത്ഭുതം ചെയ്യുന്നത്. യേശു എന്തിനു ചെയ്യുന്നു? പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ. ഞാനും പിതാവും രണ്ടല്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനാണ് അവനെ വെളിപ്പെടുത്തിയത്. ഈസ് ഇൻ ദ ബോസം. ബോസം എന്ന് പറഞ്ഞാൽ മടി എന്ന് പറയുന്ന അല്ലേ, കുറച്ചുകൂടെ മാറോട് ചേർന്ന് കിടക്കുന്ന, പറ്റിച്ചേർന്ന് കിടക്കുന്ന ഒരു കുഞ്ഞിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണത്. ബോസം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിനെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ കഴിയില്ല എന്നതുപോലെ യേശു പിതാവിൻ്റെ മാറിലേക്ക് ചേർന്നിരിക്കുന്നവനാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. ആ യേശു ഒരിടത്ത് വേറൊരു കസേരയിലും പിതാവ് വേറൊരു കസേരയിലും പരിശുദ്ധാത്മ വേറൊരു കസേരയിലും ഇരിക്കുന്നതെന്നല്ല അതിൻ്റെ അർത്ഥം. തമ്മിൽ ഇഴപിരിക്കാൻ കഴിയാത്ത സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയാത്ത ഒന്നായി തീർന്നവരാണ് അവർ. ഒന്നാണെന്നതിൻ്റെ അർത്ഥം. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. രണ്ടാമതും പറയുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ കേൾക്കുന്നുണ്ടോ? വചനത്തെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വല്ലതും അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും അവൻ്റെ നാമത്തിൽ അപേക്ഷിച്ചാൽ അവനത് നിങ്ങൾക്കായി ചെയ്തു തരും. നിങ്ങൾക്കത് ഉപയോഗിക്കാൻ വേണ്ടി യേശു സ്വാതന്ത്ര്യം തരികയാണ്. യേശു എന്ന നാമത്തെ നീ സ്നേഹിക്കുക, ആരാധിക്കുക. ആരാധനയ്ക്ക് അവൻ യോഗ്യനാണ്, അവൻ ദൈവമാണെന്ന് നീ വിശ്വസിക്കുക. നീ അവനോട് അപേക്ഷിക്കുമ്പോൾ അവൻ അത് നിനക്ക് വേണ്ടി ചെയ്തു തരാൻ പോവുകയാണ്.
അവന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. ഭൂതങ്ങൾ വിട്ടുപോകും. നിന്റെ അടഞ്ഞ വാതിലുകൾ ദൈവം തുറന്നു തരും. നിനക്ക് ആരോഗ്യം തരും. നിന്റെ തളർന്ന മുഴങ്കാലുകളെ അവൻ അത് ഓടിക്കുവാൻ തക്കവണ്ണം ദൈവം മതിയായവനാ. ഇന്ന് ഈ പ്രവചനം നിന്റെ ജീവിതത്തിലേക്ക് വ്യാപരിക്കട്ടെ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. വചനത്തെ നമുക്ക് ആ ഒരു വേർഷനിലൂടെ, ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ നമുക്ക് പഠിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ. ഞാൻ ആമുഖം പറഞ്ഞു നിർത്തുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുക. പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുക. കർത്താവ് പറഞ്ഞില്ലേ മത്തായി 7:21, ഞാൻ ഈ പറഞ്ഞ കാഴ്ചപ്പാടി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നു. ഇതൊക്കെ പറയുന്നത് എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവൻ അനേക വിടുതലുകൾ നടക്കും. പക്ഷേ പിതാവിൻ്റെ കൽപ്പനകളെ, എൻ്റെ കൽപ്പനകളെ നിങ്ങൾ പാലിക്കണം. അങ്ങനെ എൻ്റെ കൽപ്പനകളെ പാലിക്കുന്നവന് മാത്രമേ നിത്യതയിൽ കടക്കാൻ കഴിയുകയുള്ളൂ. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ദൈവം തരാൻ പോവുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ചിലരതിനെ വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നത് ഇത് അപ്പസ്തോലന്മാരോട് പറഞ്ഞതാണെന്നാണ്. അപ്പസ്തോലന്മാരോടായതുകൊണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുമെന്ന് പറഞ്ഞെന്നാ. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞേ. ഇപ്പം ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. എവിടെയോ ഉള്ള അവർ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുമെന്നല്ല എഴുതേണ്ടത്. പകരം അവിടെ എഴുതിയിരിക്കുന്ന അവർ എൻ്റെ നാമത്തിൽ പറഞ്ഞവ എൻ്റെ നാമത്തിൽ. ആരുടെ നാമത്തിൽ? ഉറക്കപ്പറ. ആരുടെ നാമത്തിൽ? ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഈ കുട്ടിച്ചോറാക്കുന്നതിൻ്റെ പിന്നിലെ പ്രശ്നം നിനക്ക് ഭൂതങ്ങൾ കീഴടങ്ങാത്തതാണെങ്കിൽ ഇന്നു മുതൽ ഞാൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയാം, നീ യേശുവിൻ്റെ നാമത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ആരാധിച്ച് അവനുമായി ഒരു വ്യക്തിപരമായി ബന്ധം സ്ഥാപിച്ചാൽ നീ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ ഭൂതങ്ങൾ വിട്ടുപോകാൻ പോവുകയാണ്. ഈ അധികാരം കൈമാറാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോരുത്തരിലേക്ക് അത് കൈമാറാൻ പോവുകയാണ്. നമ്മുടെ വീടുകളിൽ ഭൂതങ്ങൾ ഇനി വരില്ല. കാരണം നമ്മൾ യേശുവിൻ്റെ നാമം ഉപയോഗിക്കാൻ പോവുകയാണ്. നമ്മൾ യേശുവിൻ്റെ നാമത്തെ ഉപയോഗിച്ചുകൊണ്ട് അടഞ്ഞ വാതിലുകളെ തുറക്കാൻ പോവുകയാണ്. നമ്മൾ യേശുവിൻ്റെ നാമത്തെ ഉപയോഗിച്ചുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ പോവുകയാണ്. എന്തിനാണെന്നറിയോ? അവൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ഈ അത്ഭുത പ്രവൃത്തി ചെയ്യുക വഴി പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. നിന്നിലൂടെ അവൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം നടക്കുമ്പോൾ നീ അല്ല മഹത്വപ്പെടേണ്ടത്, അവനാ മഹത്വപ്പെടുന്നത്. മർക്കോസ് 16:15 മുതൽ വിശ്വസിക്കുന്നവരാൽ, അടുത്ത വാക്യം, അവർ എൻ്റെ നാമത്തിൽ. പിന്നെ നിങ്ങൾ അതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എടുക്കുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അവിടെ തുടങ്ങി വെച്ചിട്ടൊരു സെമിക്കോളൻ ഇട്ടിട്ട് എല്ലാം അതിൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ്, തുടരുന്നതായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നത് യേശുവെന്ന നാമത്തിലാണെന്നാണ്. നിങ്ങൾ മനസ്സിലായില്ല? യേശുവെന്ന നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. യേശുവെന്ന നാമത്തിൽ മരണകരമായ യാതൊന്ന് കുടിച്ചാലും ഹാനി വരികയില്ല. അപ്പോൾ യേശുവിൻ്റെ നാമം പറഞ്ഞ് സ്വീകരിച്ചോണം. യേശുവെന്ന നാമത്തിൽ പറഞ്ഞാൽ രോഗികളുടെ മേൽ കൈകൾ വെച്ചാൽ സുഖപ്പെടും. പിന്നെ യേശുവെന്ന നാമത്തിൽ സർപ്പങ്ങളെ കയ്യിലെടുക്കും. നിങ്ങൾ പാമ്പിനെ പിടിക്കാൻ പോകണ്ട. പാമ്പിനെ പോലെയുള്ള പൈശാചിക വ്യാപാരമുള്ള മനുഷ്യരെ നിനക്ക് കയ്യിലെടുക്കാൻ കഴിയും. അത്രമാത്രം വിഷമുള്ള മനുഷ്യനെ നിനക്ക് ഒതുക്കുവാൻ കഴിയും. അവൻ്റെ വിഷത്തെ ഇറക്കാൻ കഴിയും യേശുവിൻ്റെ നാമത്തിൽ. അടുത്തത് പറയുന്നത്, അവർ എൻ്റെ നാമത്തിൽ അന്യഭാഷ, പുതുഭാഷകളെ സംസാരിക്കും. യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾക്ക് യേശുവിൻ്റെ നാമം നിങ്ങളുടെ അതരത്തിൽ വെളിപ്പെട്ടാലേ അന്യഭാഷ വെളിപ്പെടാൻ പോകുന്നുള്ളൂ. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. അപ്പം എന്തെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ടോ അതല്ലേ യേശുവിൻ്റെ നാമത്തിൽ നടക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ മതി. അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. അവർ പുതുഭാഷകളെ സംസാരിക്കും. മരണകരമായ യാതൊന്ന് കുടിച്ചാലും ഹാനി വരികയില്ല. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. പിന്നെ അവർ രോഗികളുടെ മേൽ കൈവെക്കും. ദൈവം അവർക്ക് സൗഖ്യം വരുത്തും. കരമയത്തി ഹല്ലേലൂയ പറഞ്ഞേ. കരമടിച്ച് ഉണർവോടെ സ്തുതിച്ചേ.